പിതാവിന്റെ ഓർമ്മ ദിനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ ഒരു പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ്, പക്ഷെ ശകലം വിഭിന്നമായിട്ടാണ്. കേരളത്തിന്റെ വിവിധ ഗ്രാമങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ നടത്തുന്നത്. 14-ാം തീയതി കണ്ണൂരിൽ തുടങ്ങും, കല്യാശ്ശേരിയിലും അതുപോലെ തന്നെ തലശ്ശേരിയിലും ഓർമ്മ ദിവസം ആചരിക്കപ്പെടുന്ന സമയമാണ്. 15-ാം തീയതി സബർമതി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തൃശ്ശൂര്, അതുപോലെ തന്നെ കല്ലിയൂര്, തൃശ്ശൂർ തന്നെ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ആചരിക്കും. 16-ാം തീയതി CR മഹേഷിന്റെയും മഞ്ജുക്കുട്ടിന്റെയും ബോബൻ ചെയ്താതിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണം. 17-ാം തീയതി ശ്രീ ടി സിദ്ദിഖ് MLA നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം വയനാട് വെച്ച് നടത്തുകയാണ്. അവിടെ വീട് കൈമാറ്റം ചെയ്യുന്ന ചടങ്ങാണ്. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മൊറേമ്മ ബെസേലിയോസ് മാർത്തോമ മധ്യസ്ഥിതിയൻ ബാബയുടെ നേതൃത്വത്തിൽ ഉള്ള കുർബാനയും അതിനുശേഷം പൊതുയോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ കോൺഗ്രസിന്റെ ആദരണീയനായ നേതാവ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ വന്ന് പങ്കെടുക്കുന്ന ഒരു ചടങ്ങായിരിക്കും അത്. അവിടെ വെച്ച് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ആന്റി ഡ്രഗ്സ് ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ടർഫിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തും. 1000 കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പിൽ ആദ്യത്തെ സ്കോളർഷിപ്പ് കൈമാറും. അതുപോലെ തന്നെ ഈ സ്ഥലം വിട്ടുവന്ന ആൾക്കാരെയും ആദരിക്കും. ഞങ്ങൾ പണിയുന്ന 50 വീട്ടിൽ ചില വീടുകൾ കൈമാറും. അത് പുതുപ്പള്ളി വെച്ച് 18 വൈകിട്ട് കായംകുളത്ത് പ്രിയപ്പെട്ട ശ്രീ KC വേണുവിന്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു ചടങ്ങ് കായംകുളത്ത് വെച്ച് സംഘടിപ്പിക്കുന്നു. 19 രാവിലെ പത്തനംതിട്ടയിൽ PJ കുര്യൻ സാർ ഉദ്ഘാടനം ചെയ്ത ഒരു ഉമ്മൻചാണ്ടി അനുസ്മരണം സമ്മേളനം നടക്കും. 19 വൈകിട്ട് ശ്രീ ബെന്നി ബേരാൻ MP നേതൃത്വത്തിലുള്ള അനുസ്മരണ സമ്മേളനം കുന്നത്തുനാട് നടക്കുന്നു. 20-ാം തീയതി ചാലക്കുടിയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം പ്രിയപ്പെട്ട TJ സനീഷ് കുമാർ MLA നേതൃത്വത്തിൽ നടക്കുന്നു. കോഴിക്കോട് 21-ാം തീയതി 3 ഉമ്മൻചാണ്ടി അനുസ്മരണങ്ങൾ പ്രിയപ്പെട്ട DCC പ്രസിഡന്റ് ശ്രീ പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിൽ കീഴായൂർ, ചെറുവന്നൂർ, മണിയൂർ എന്ന 3 സ്ഥലങ്ങളിലായിട്ട് 21-ാം തീയതി അനുസ്മരണങ്ങൾ നടക്കുകയാണ്. മണിയൂരിൽ ഒരു ആംബുലൻസ് കൈമാറ്റം ചെയ്യുന്ന ചടങ്ങ്, അത് 21. 22-ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായ മന്ദിരം, കോട്ടയത്ത് തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലാണ്. അവിടെ അവരുടെ ആഗ്രഹപ്രകാരം എൻ്റെ പിതാവിന്റെ പേരിൽ ഒരു ഡയാലിസിസ് ബ്ലോക്ക് പണിയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉദ്ഘാടനം കേരളത്തിലെ ബഹുമാനപ്പെട്ട ഗവർണർ അർലേക്കർജി അത് അന്ന് 3 മണിക്ക് നടന്നത്. OSCC റിയാദ് സെൻട്രൽ കമ്മിറ്റിയുടെ ഉമ്മൻചാണ്ടി അനുസ്മരണം റിയാദിൽ വെച്ച് 24-ാം തീയതി നടക്കും. അതുപോലെ തന്നെ 23-ാം തീയതി മണ്ണാർക്കാട് ഉമ്മൻചാണ്ടി മെമ്മോറിയൽ രാവിലെ 10 മണിക്ക്. 23-ാം തീയതി തന്നെ വൈകിട്ട് 5:30-ക്ക് പിറവത്ത് വെച്ച് ഉമ്മൻചാണ്ടി അനുസ്മരണം നടക്കും. ഇടുക്കിയിൽ ശ്രീ ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ആദ്യവാരവും സജീവ് ജോസഫ് MLA നേതൃത്വത്തിൽ ആദ്യവാരവും പരിപാടികൾ നടക്കുന്നതായിരിക്കും. ഉമ്മൻചാണ്ടി അനുസ്മരണ ക്രിക്കറ്റ് ടൂർണമെന്റ്, ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെന്റ് 19-20 തീയതികളിൽ പുതുപ്പള്ളിയിൽ വെച്ച് നടക്കുന്നതായിരിക്കും. പിന്നെ ഉമ്മൻചാണ്ടി ലീഡർഷിപ്പ് സമ്മിറ്റും ഈ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങുകളാണ് ഞങ്ങളത്. അപ്പൊ അതിനിടയിൽ ആ ചടങ്ങ് നടത്തും. അതുപോലെ കൊല്ലത്തെയും വടകരയിലെയും കോഴിക്കോടെയൊക്കെ വീട് കൊടുക്കാറുണ്ട്. അതും ഈ ഒരു മാസത്തിനുള്ളിൽ തീർക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇതാണ് ഇത്രയും ഞങ്ങളുടെ ചടങ്ങുകൾ ഈ ഒരു മാസക്കാലം എൻ്റെ പിതാവിനെ അനുസ്മരിച്ചുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മിക്കവാറും എല്ലാ ജില്ലയിലും നടത്തപ്പെടുന്നു. ആലപ്പുഴയിൽ 20-ാം തീയതി വൈകിട്ട് 2 ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ട്, ഉമ്മൻചാണ്ടി അനുസ്മരണം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം നിമിഷപ്രിയയുടെ ഒരു കാര്യം. നിമിഷപ്രിയ നമ്മുടെ നാടിനെ സംബന്ധിച്ച് കഴിഞ്ഞ നാളുകളായി ഒരു ദുഃഖത്തിന്റെ ഒരു പ്രതീകമായി നിൽക്കുകയാണ്. നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ഈ നാട് വിട്ട് ജീവനോപാധിക്ക് വേണ്ടി പലയിടത്ത് പോവുകയും ഇതേപോലെ ആവപ്പെട്ടു പോവുകയും ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന്
ചെയ്യാതിരിക്കുന്നത് തീർച്ചും അന്യായമാണ് ഇങ്ങനെ പറ്റുമ്പോൾ. അപ്പൊ അതിനു വേണ്ടിയുള്ള ശ്രമം എൻ്റെ പിതാവിൻ്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിന് മരണശേഷം ഞങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഇങ്ങനെ ഒരു വാർത്ത വരുന്നു, 16-ാം തീയതി ഡേറ്റ് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അത് നിമിഷപ്രിയക്ക് കൈമാറിയതൊക്കെ പറയുന്നു. എങ്കിലും നല്ലവരായ ഒത്തിരി പേർ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരോടും നന്ദി അവസരത്തെ അറിയിക്കുന്നു. ഒപ്പം ഇന്ന് തന്നെ അബ്ദുൾ റഹീം ട്രസ്റ്റ്, ആ ട്രസ്റ്റിൽ നിന്നൊരു ഇൻഫർമേഷൻ എനിക്ക് തന്നു. ഈ ഒരു ബ്ലഡ് മണിയുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നു. അവർ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുന്നു. അവർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അതിന്റെ മുഴുവൻ തുകയും ഈ അബ്ദുൾ റഹീം ട്രസ്റ്റ് നൽകുവാൻ സന്നദ്ധമാണ് എന്ന് എന്നെ ഇന്നത്തെ ബോർഡ് മീറ്റിംഗ് കൂടിയതിനു ശേഷം ഇന്ന് രാവിലെ എന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നല്ലവരായ ഒത്തിരി ആൾക്കാരുടെ സഹകരണം ഈ ഒരു വിമോചനത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ചാരിതാർത്ഥ്യം നൽകുന്ന ഒന്നാണ്. എല്ലാവരെയും ഈ പറഞ്ഞ പല പരിപാടിക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരത്തെ പരിപാടിയും അത് അങ്ങോട്ട് വിപുലമായി പ്ലാൻ ചെയ്തിട്ടില്ല, അതും ഈ മാസത്തിനുള്ളിൽ തന്നെ നടക്കും. ഇതാണ് പഞ്ചഗവ്യ വിളക്ക്. പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക്. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചഗവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം. ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായ പഞ്ചഗവ്യ വിളക്കും പഞ്ചഗവ്യ ധൂപത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ്. യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കർപ്പൂരം വാഗമൺ സ്പേസിൽ ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.